you very much for that inspiring speech. May I please call upon Mr. Sohan Roy to say a few words. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, രണ്ട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ. ഒന്ന്, എൻ്റെ അനുജൻ പഠിച്ചിരുന്ന കോളേജാണ് RIT. രണ്ടാമതാണ് എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതുപോലെ ഒരു അലൂമിനിയുടെ തുടക്കത്തിന് സാക്ഷിയാകേണ്ടി വരുന്നത്. എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ കേരളത്തിലെ മൈനോറിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വ്യക്തിയായിട്ട് ഒരു വക്താവായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുള്ള ശ്രീ ജയകുമാറിന് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് PhD എടുത്തത് അവിടെ നിന്നാണ്. ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത് 1990. എൻ്റെ ബാച്ചിൽ 20 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അന്നത്തെ ഏറ്റവും ചെറിയ എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങളുടേതാണ്. പക്ഷേ നിങ്ങളെപ്പോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ട എല്ലാവിധ സിസ്റ്റംസും ഞങ്ങളും ഫോളോ ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തുണ്ട് ഞങ്ങളുടെ കോളേജിലും ധാരാളം ഉണ്ടായിരുന്നു. കോഫി ഹൗസുകളിൽ ക്ലാസ് കട്ട് ചെയ്തുള്ള രസകരമായ മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ലെയ്ത്ത് തീർന്നുപോയി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കത്തെഴുതി മണി ഓർഡർ വരുത്തുന്ന ശീലമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ റാഗിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് സല്യൂട്ട് ചെയ്യാത്തവരായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ എല്ലാവിധ മധുരങ്ങളും നുകർന്നുകൊണ്ടാണ് അവിടുന്ന് പടിയിറങ്ങിയത്. എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യം ആ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് കുറച്ച് മാറി. ഞാൻ കുറച്ച് നാൾ ഫിലിം ഫീൽഡിലേക്ക് പോയി. പക്ഷേ വഴിതെറ്റിയ കുഞ്ഞാടിനെ തിരിച്ച് കൂട്ടിൽ കയറ്റുന്നത് പോലെ എൻ്റെ വീട്ടുകാരെ വീണ്ടും എന്നെ കൈപിടിച്ച് മടക്കി എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 91 ഞാൻ വീണ്ടും എൻ്റെ എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലേക്ക് കടന്നു. 92 ഞാൻ ഗൾഫിൽ വരികയാണ് ഇവിടെ. അങ്ങനെ ഞാനിവിടെ വരുന്ന സമയത്ത് വെറും 4 പേരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോലെ 100 കണക്കിന് ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കോളേജല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ വെറും 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ 4 പേര് ഞങ്ങൾ സ്ഥിരമായി കൂടുകയും, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മൈനോറിറ്റി, ഒരു യൂണിറ്റി ഓഫ് ദ മൈനോറിറ്റി എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് ഞങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ യുണൈറ്റഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ, ഞങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വിചാരമുണ്ടായിരുന്നു. അങ്ങനെ തന്നെ UAE വന്നപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആ എണ്ണം കൂട്ടുക എന്നുള്ള ഒരു പ്രോസസ്സായിരുന്നു. അതിനുവേണ്ടി അന്നൊരു ഫോർമൽ അലൂമിനി ഞങ്ങൾ തുടങ്ങിയില്ലെങ്കിലും മാക്സിമം ആൾക്കാരെ UAE എത്തിക്കുക എന്നുള്ളൊരു ശ്രമം തുടങ്ങി. അങ്ങനെ 96 ആയപ്പോഴേക്കും ഞങ്ങൾ 26 പേര് ഇവിടെ എത്തുകയുണ്ടായി. അതോടെ ഞങ്ങൾ തീരുമാനിച്ചു ഒരു ഫോർമൽ അലൂമിനി ഞങ്ങൾ തുടങ്ങണം. അങ്ങനെ ഞങ്ങൾ 26 പേര്, അന്ന് കുറച്ച് പേരേ ഉള്ളൂ അതിൽ വിവാഹിതരായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു 26 പേര്, അന്ന് 100% അറ്റൻഡൻസ് ഞങ്ങളുടെ ആദ്യത്തെ അലൂമിനി ഗ്യാതറിങ്ങിന്. പക്ഷെ അത് ആ ഒരു തുടക്കം ശക്തമായ ഒരു അലൂമിനിയുടെ പ്രവർത്തനത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ 25%-ലേറെ, ഏതാണ്ട് 170ഓളം പേര് ഇന്ന് UAE മാത്രമുണ്ട്. മാത്രമല്ല ഇപ്പം ഓൾ കേരള അലൂമിനി എഞ്ചിനീയറിംഗ് കോളേജ് കേരയുടെ പല ഫംഗ്ഷൻസിലും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള മേജർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എല്ലാം 800-ലേറെ മെമ്പേഴ്സ് ഉണ്ട് ഓരോ എഞ്ചിനീയറിംഗ് കോളേജിലും കേരയിൽ. പക്ഷേ ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 തവണ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷനുള്ള ഒരു അവാർഡ് ഞങ്ങൾക്കാണ് കിട്ടിയത്. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളെങ്കിലും ഞങ്ങൾ മാക്സിമം ആ ഒരു ഒത്തൊരുമയോടുകൂടി ഞങ്ങൾ പങ്കെടുക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അത് പിന്നീട് ഒരു ഇന്റർനാഷണൽ, ഇപ്പം കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പുള്ള ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷം 25ഓളം ഈവൻറ്റ്സ് സംഘടിപ്പിക്കുവാനും, ഇൻക്ലൂഡിങ് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ്, ഏതാണ്ട് 400-ലേറെ കമ്പനികൾ പങ്കെടുത്ത ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തുകയും, അത് ഒരുപക്ഷെ ബ്രാൻഡിങ്, ഞങ്ങളുടെ കോളേജിനെ സംബന്ധിച്ചുള്ള ഒരു ബ്രാൻഡിങ് പ്രോസസ്സായിരുന്നു. ആ കോളേജ് ബ്രാൻഡ് ചെയ്യുന്നത് വഴി അതിലെ ഓരോ മെമ്പേഴ്സും ബ്രാൻഡ് ചെയ്യപ്പെടുകയായിരുന്നു. ആ അലൂമിനിയുടെ ശക്തി ഞങ്ങൾ അന്ന് അറിഞ്ഞത്, ഏതാണ്ട് ഇൻഡസ്ട്രി എത്രമാത്രം ഇതുപോലെ അലൂമിനിയെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതാണ്ട് 1 മില്യണോളം ദിറംസാണ് ആ കോൺഫറൻസിന് വേണ്ടി ഇൻഡസ്ട്രി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അലൂമിനി എന്ന് പറയുന്നത് ഏത് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ കോളേജിനെ ബ്രാൻഡ് ചെയ്യുകയും ആ കോളേജിന്റെ പ്രോഡക്ട്സിനെ ബ്രാൻഡ് ചെയ്യുകയും അതുവഴി
യങ് ജനറേഷൻസിന്, പുതുതായി വരുന്ന കുട്ടികൾക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നേടാനും, ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ശക്തമായ കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് മറ്റു എഞ്ചിനീയറിംഗ് കോളേജിനുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ബ്രാൻഡ് ചെയ്യപ്പെടുന്ന എഞ്ചിനീയറിംഗ് കോളേജിന് സ്റ്റുഡൻസിന് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകണമെങ്കിൽ ഈ അലൂമിനികൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കോളേജിൽ നിങ്ങളുടെ അധ്യാപകൻ ഇവിടെ പറഞ്ഞതുപോലെ പരിമിതികളുള്ള പല കോളേജുകളുമാണ് കേരളത്തിലുള്ളത്. അത്തരം കോളേജുകളിൽ അലൂമിനികൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. എൻ്റെ കാര്യം വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളൊരു കത്തിന് വേണ്ടി, ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പലിന്റെ ഒരു കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിടെ കമ്പ്യൂട്ടർ എത്തും. മിസ്റ്റർ ജയകുമാർ അന്ന് പഠിച്ചിരുന്ന കോളേജല്ല, ഇന്ന് അദ്ദേഹം മടങ്ങിയെത്തി കഴിഞ്ഞാൽ കാണാവുന്നത് ആ ലൈബ്രറിയും എല്ലാം മാറിപ്പോയി കഴിഞ്ഞു. ഇതെല്ലാം അലൂമിനിയുടെ സഹായത്തോടു കൂടിയാണ് ഇന്ന് അവിടെ നടക്കുന്നത്. അതുപോലെ നിങ്ങളും, എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞനുജന്മാരും അനുജത്തിമാരും, നിങ്ങളുടെ ഈ ഒരു ഇന്നത്തെ തുടക്കം, ഇന്നത്തെ വളരെ ആവേശത്തോടു കൂടി തുടങ്ങുന്ന ഈ ഒരു തുടക്കം വരുന്ന വർഷങ്ങളിലും നിലനിർത്തട്ടെ. ഈ ഒരു പ്രോസസ്സ് വെറും ഒരു ആനുവൽ ഗ്യാതറിംഗിൽ മാത്രം ഒതുക്കാതെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ അതിലൂടെ കൂടുതൽ നിങ്ങളുടെ കോളേജിനെ ഈ ഒരു മിഡിൽ ഈസ്റ്റിൽ ബ്രാൻഡ് ചെയ്യിക്കുവാനും, അതുവഴി വളർന്നു വരുന്ന നിങ്ങളുടെ കുഞ്ഞനുജന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മിലൻ 2010 എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you very much. Before we move into the later functions of the ceremony, we would like to present a small memento on behalf of the Alumni Association of RIT in UAE chapter. I would call upon Dr. Jayagumar. Thank you very much, sir, for being here. Please accept a token of appreciation from Nawaz. Ms. Roma, most of your movies take us back in time to our college days. We thank you for being part of our function. Sriraj, please do us the honor of presenting her with a memento. Mr. Sohan Roy, thank you very much for your inspirational speech. We have been following your website very closely, and you are a great entrepreneur and a leader to us. Padma Kumar, please honor us by presenting him with a memento. Mr. Radhakrishnan, thank you very much for your inspiring speech. Very well thought. Vimal, please honor us. As you all noticed, we opened the evening with Chenda Melam. I would like to call upon Ashan. I hope he is available. Nawaz, please do us the honor of presenting him with a memento. As mentioned by many before me, the Alumni Association was started off once before, and we would like to call upon two of our most senior members of the first batch to present them with a memento in thanking them for starting off the alumni movement in the UAE. I would like to call upon Binu Matthew Punus. He not only passed out of RIT, he spent some time teaching the students in RIT as well. Nawaz, please do us the honor of presenting him with a memento. I would like to also call upon Anish of the first batch. Anish. Anish and Binu were very much behind the starting of the alumni within the UAE. Padma Kumar, please honor us by giving him a memento. The memento, in case you're wondering, is a picture or a model of the Burj Khalifa, so that they all take home memories of Dubai and of RIT with them. Thank you.
As we talked about, we spent a lot of time looking for sponsors looking to help us with this event. I would like to thank our sponsors, mainly Do. I would like to thank our associate sponsors, ESMA Industries, Electra Audio and Video, Bin South Technical Trading, Murano Lighting, Gulf Commercial Group, UAE Exchange, and Zerona Fashions. Our co-sponsors is Tharwad Restaurant of Dubai, who have actually provided us with the food and refreshments for the evening. I would now call upon Vimal, our treasurer this year, to say a few words about how this event was prepared for. Dear distinguished guests on stage, dear representatives of the sponsors of Milan 2010, my very dear fellow RITians and their family members, good evening to all of you. I would like to keep this very short and sweet. When we started or restarted this alumni earlier this year, we had two objectives in mind. One was to reconnect with fellow RITians in UAE, network, and help each other whenever a situation arises. Second, and more importantly, our objective was also to support our alma mater back home. With the kind of sponsorship we have received within the last 6 months, I'm very proud to announce that we would at this juncture be able to extend a sum of rupees 2 lakhs to Rajiv Gandhi Institute of Technology, Kottayam. I would like to present this check to Dr. Jayakumar. I would also like to add that this amount would be provided in 2 phases of rupees 1 lakh each. First would be immediately and the second within the next 6 months, or say after 6 months. We would actually welcome or invite ideas from RIT on how this amount would be spent, and we would look at the plan from RIT and then decide how this fund could be utilized. Thank you very much. Have a nice evening. To close up the ceremony, I would like to call upon Sriraj Gopinath. ആദ്യം ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ഇവന്റുമായി മുന്നോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു വെന്യൂ, അതും ദുബായിൽ, പ്രത്യേകിച്ച് അതിന്റെ എക്സ്പെൻസും മറ്റും മാറ്ററും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം വളരെ സിൻസിയർ സപ്പോർട്ട് നമുക്ക് ഈ കാര്യത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടായി. അദ്ദേഹം ദുബായിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനും നമുക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്ന അദ്ദേഹത്തിന്റെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിന്റെ മകള് തന്നെയാണ് മിസ്സിസ് അച്ചു ഉമ്മൻ. ഉമ്മൻചാണ്ടി സാറിനോടും മിസ്സിസ് അച്ചു ഉമ്മനോടുമുള്ള RIT അലുമിനിയുടെ നന്ദി വളരെ വളരെ ഹൃദയപൂർവ്വം ഞങ്ങളിവിടെ സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ജംസ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്, ഈ ഓഡിറ്റോറിയം നമുക്ക് പ്രൊവൈഡ് ചെയ്ത ജംസ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ പത്മശ്രീ സണ്ണി വർക്കി, മാനേജ്മെന്റ് ടീം മെമ്പേഴ്സായ മിസ്റ്റർ രാധാകൃഷ്ണൻ, മിസ്റ്റർ ഹരീഷ്, മിസ്റ്റർ അമൽ, എല്ലാവരുടെയും വളരെ ടൈം ടു ടൈം സപ്പോർട്ട് നമുക്ക് ത്രൂ ഔട്ട് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവരെ എല്ലാം തന്നെ RIT അലുമിനി വളരെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് സ്പോൺസർ, നമ്മൾ ഈ ഒരു പ്രോഗ്രാം ബഡ്ജറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ, അതായത് ബഡ്ജറ്റഡ് എമൗണ്ടിന്റെ അറൌണ്ട് 50% ഹയർ ആയിട്ടാണ് നമ്മുടെ അവസാനത്തെ സ്പോൺസർഷിപ്പ് എമൗണ്ട് നമ്മൾ എൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. യൂഷ്വലി പ്രത്യേകിച്ച് റിസഷനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ പലരും ചോദിക്കുകയാണ് എങ്ങനെയാണ്, പലപ്പോഴും നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുന്നു, പലപ്പോഴും പല പ്രൊജക്ട്സുകളും ലാഗ് ചെയ്യുന്നു ഈ ബഡ്ജറ്റിൽ, പക്ഷെ എങ്ങനെ നിങ്ങൾക്ക് അത് എക്സീഡ് ചെയ്യാൻ കഴിയും? നമ്മൾ ടാർഗറ്റ് ചെയ്ത എമൗണ്ടിന്റെ 50% അല്ലെങ്കിൽ 60% കൂടുതൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു. ഡെഫിനറ്റ്ലി
ഒരുപാട് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് സപ്പോർട്ടിങ് ഹാൻഡ്സ് ഇതിന്റെ പിറകിലുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് നന്ദി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ആ പേരുകൾ പറയുന്നു. ഡ്യൂ, ഡ്രേഗർ ഇൻഡസ്ട്രീസ്, GSG, UA എക്സ്ചേഞ്ച്, ഇലക്ട്ര, മുറാന ലൈറ്റിംഗ്, സെനോറോ ഫാഷൻസ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഇന്ന് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അൽവാസ്മി വാട്ടർ, അവരെയും വളരെ നന്ദിയോടുകൂടി തന്നെ RIT അലുമിനി സ്മരിക്കുന്നു. ഈ RIT അലുമിനിയുമായി ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടെ നമുക്ക് വളരെ സപ്പോർട്ടിംഗ് ഹാൻഡായി പ്രവർത്തിച്ച 2 പേര്, പ്രത്യേകിച്ച് സാർജി മാത്യു, അദ്ദേഹം ജയ്ഹിന്ദ് TVയുടെ GM ആണ്. അതോടൊപ്പം തന്നെ ശ്രീ കേരളവർമ്മ കോളേജിലെ മിസ്റ്റർ മനോജ് VC, ഇവർ 2 പേരെയും തന്നെ RIT അലുമിനി വളരെ ഹൃദയപൂർവ്വം ഇവിടെ സ്മരിക്കുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയ ഡോക്ടർ ജയകുമാർ സാറിന് ഔപചാരികമായൊരു നന്ദി പറയുന്നതിന് വലിയ പ്രസക്തിയില്ല. കാരണം അദ്ദേഹം നമ്മുടെയൊക്കെ തന്നെ ഒരു ഭാഗമായി പ്രവർത്തിച്ചിരുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു വ്യക്തിയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ചില കമ്മിറ്റ്മെന്റ്സ്, നമ്മളൊരു പ്രപ്പോസ്ഡ് പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ടൈം ടു ടൈം ഫീഡ്ബാക്ക്, അദ്ദേഹത്തിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റിന് ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അദ്ദേഹം വളരെ സമയത്ത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റിന്യൂവൽ ആയാലും ഗവൺമെന്റ് പെർമിഷൻ, അദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് ഗവൺമെന്റ് പെർമിഷന് വേണ്ടിയൊക്കെ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് 2 വട്ടം തിരുവനന്തപുരത്ത് പോയി നേരിട്ട് കാര്യങ്ങൾ ശരിയാക്കുമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 2010 അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയറിലെ 20th ഇയർ സെലിബ്രേഷനും കൂടിയാണ്. So we are really blessed to have him here and it's our privilege to honor him. I request Ms. Roma to come forward to honor Mr. Dr. Jayakumar. ഒരു RITയുടെ ഒരു ചെറിയ സ്നേഹോപഹാരം ഡോക്ടർ ജയകുമാറിന്റെ 20th ടീച്ചിങ് കരിയർ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് RIT അലുമിനി വളരെ അഭിമാനത്തോടു കൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും നന്ദിയോടുകൂടിയും അദ്ദേഹത്തിന് ഇവിടെ സമ്മാനിക്കുകയാണ്. Thanks, Ms. Roma, for being with us this evening to make this event more beautiful. Thanks, Mr. Sohan Roy. Sohan Royയെ പറ്റി പറഞ്ഞപ്പോൾ പരാമർശിക്കാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പരാമർശിച്ചോട്ടെ. അദ്ദേഹം ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ, വേൾഡ് റെക്കോർഡിൽ ഡബിൾ എൻട്രി ഉള്ള അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ്. അത് നമ്മൾ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാന സംരംഭമായ ഡാം 999 അതിന്റെ പ്രീമിയർ US-ലും UK-ലും ഒക്കെ വളരെ ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് അലുമിനി ആശംസിക്കുന്നു. താങ്ക്സ് ലോട്ട്. ദുബായിലെ അല്ലെങ്കിൽ UAE-ലെ എല്ലാം സാംസ്കാരിക മേഖലകളിലൊക്കെ വളരെയധികം തിളങ്ങി നിൽക്കുന്ന, വളരെയധികം ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രസൻസാണ് അക്കാഫ് പ്രസിഡന്റിന്റെ, മിസ്റ്റർ രാധാകൃഷ്ണന്റെ. അദ്ദേഹം വളരെ തിരക്കിനിടയിൽ തന്നെയും നമ്മൾ വിളിക്കുമ്പോൾ വളരെ പ്രോംപ്റ്റായിട്ട് ഫംഗ്ഷന് പങ്കെടുക്കാമെന്ന് പറയുകയും എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ രാധാകൃഷ്ണന് വളരെ ഹൃദയപൂർവ്വം RIT അലുമിനി നന്ദി പറയുകയാണ്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരിട്ടും അല്ലാതെയും പല സമയങ്ങളിലും പലതരത്തിലും നമ്മളെയെല്ലാം സഹായിച്ച, നമ്മളെയെല്ലാം സ്നേഹിച്ച, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സദസ്സിൽ ഇത്രയും വലിയ ജനങ്ങളാണ് ഇരിക്കുന്നത്, പക്ഷെ ആർക്കും ഒരു ഉഷാറില്ല. ഓക്കെ ഗൈസ്, ആർ യു റെഡി? ആ ഒരു സൗണ്ട് എന്നിട്ടും വന്നിട്ടില്ല. സേ വൺ മോർ ടൈം, ഗൈസ് ആർ യു റെഡി? ഓക്കെ, താങ്ക് യു. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് റോ ആണ്. നമ്പർ സ്ട്രേറ്റ് ലൈനാണ് വരുന്നത്. ഈ സ്ട്രേറ്റ് നമ്പർ ലൈനിൽ ഫസ്റ്റ് വരുന്ന ആൾക്കാണ് പ്രൈസ് അടിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് മുകളിലെ ഒരു നേരെ സ്ട്രേറ്റ് ലൈൻ ഉണ്ടാവും. ആ സ്ട്രേറ്റ് ലൈനിന്റെ നമ്പർ എല്ലാവർക്കും കിട്ടുന്നവർക്കാണ് ആദ്യത്തെ പ്രൈസ് അടിക്കാൻ പോകുന്നത്. പിന്നെ രണ്ടാമത്തേത് ഫുൾ ഹൗസ് ആണ്. പിന്നെ തേർഡ് വരുന്നത് സ്ട്രേറ്റ് ലൈനാണ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ല, മനസ്സിലായിട്ടില്ല. ഓക്കെ, ആദ്യം ഞാൻ ഇവിടെ ഓരോ നമ്പറുകൾ കുലുക്കി കുത്തിയിടും. എന്നിട്ട് ഓരോ നമ്പറുകൾ നിങ്ങൾ ഓരോ നമ്പറുകൾ പറയും. ആ നമ്പർ ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട്
ഇപ്പൊ ഇവിടെ 10 ഇസ് 35 ഉണ്ട്, ഇസ് 52 ഉണ്ട്, 17 ഉണ്ട്, 18 ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഞാൻ ഈ പറയുന്ന ഓരോ നമ്പറുകൾ ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ആദ്യത്തെ പ്രൈസ് അടിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ഡ്രോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇറ്റ്സ് എ ഫസ്റ്റ് സ്ട്രേറ്റ് ഡ്രോ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ. എനിവേ നമ്മുടെ ഫസ്റ്റ് നമ്പർ എടുക്കാം. ഓക്കെ, നമ്പർ 14 40 14 40 40 14. Okay, second one 51 51 51 51. Okay. 77. Next number is 77. 77. Okay. Next number is number 4. Single number. It's a 4. Next number is 85. 85. 85. It's a 85. Yes, next number is 34. 34. 34. നല്ല അടിപൊളി തകർപ്പൻ സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വേളത്തെ ഫസ്റ്റ് ലൈൻ ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടോ? ആർക്കും അടിച്ചിട്ടില്ല. Next number is 32. 32. 32. Yes, 32. Yes. Yes, next one is a 28. 28. 28. 28. പ്ലീസ് ആർക്കെങ്കിലും ഫസ്റ്റ് ലൈൻ ഡ്രോ അടിച്ചിട്ടുണ്ടെങ്കിൽ പറയണം, വിളിച്ചു പറയണം. ആരും മിണ്ടാതിരിക്കരുത്. ഓൺ ദ സ്പോട്ടിലുള്ള പ്രൈസാണ്. അടിപൊളി തകർപ്പൻ പ്രൈസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്പർ ഇസ് 74. 74. 74. നോ. നെക്സ്റ്റ് നമ്പർ ഇസ് 76. 76. 76. 76. Next number is 16. 16. 16. 16. Yes. Next number is 31. 31. 31. 31. ആരാണ് ആ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്നറിയില്ല. ഓക്കേ. Is a 70. Is the next number is 39. 39. 39. 39. 39. His next number is 73. 73. 73. Next number is 18. 80. 80. His next number is 57. 57. 57.
Is the next number is 22. It's a double 2. 22. Next number is 19. 19 is 19. Is a 19. Next one is 59. 59. 59. 59. അടിച്ചോ? ഇല്ല. അടിച്ചോ? ഇപ്പൊ അടിക്കും. വെയിറ്റ് ചെയ്യേ. Okay, next number is 72. 72. Next number is 18. 18. Sorry, it's 18. Yes, next number is 53. 53. Oh, I am sorry. It's joking, man. അടിച്ചോ? ജോക്കല്ല. Please, മുന്നോട്ട് വരാം. Please come. Wow. Yes, it's very good. മേളത്തെ സ്ട്രെയിറ്റ് ലൈൻ ആണോ പറയുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ആണോ അടിച്ചിരിക്കുന്നത്? മേളത്തെ ഫുൾ ഹൗസ് അല്ല, സ്ട്രെയിറ്റ് ലൈൻ. മോളത്തെ ഒറ്റ ലൈൻ. നല്ലൊരു ഭാഗ്യവാനാണ്. പ്ലീസ് കയറി വരാം സർ. ഓ, രണ്ടുപേരാണ് അടിച്ചിരിക്കുന്നത്. രണ്ടുപേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓ, ഇറ്റ്സ് ഓക്കെ. പ്ലീസ് ജഡ്ജസ്, പ്ലീസ് ഒന്ന് നമ്പർ ചെക്ക് ചെയ്യണം. 16 ഉണ്ടോ? യെസ്, 32 ഉണ്ട്, 53 ഉണ്ട്, 77 ഉണ്ട്, 77 ഉണ്ട്, 80 ഉണ്ട്. വാ, ഇറ്റ്സ് ഓക്കെ. ഇവിടെ ഒരാളും വന്നിട്ടുണ്ട്. രണ്ടുപേരാണ് വന്നിരിക്കുന്നത്. 16, 32, 53, 77, 80. ഓ, ഐ എം സോറി. ഒരു ഭാഗ്യവാനും ഭാഗ്യവതിയാണ്. രണ്ടുപേർക്കാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നിച്ചു കൊടുക്കും. ഓക്കെ, സാറിന്റെ പേരെന്താണ്? സുഹേദ് ഫ്രം ഷാർജ. ഓക്കെ, നാട്ടിലെവിടെയാണ്? അരുകുരി. പ്ലീസ് നമ്മുടെ സുഹേദ് സാറിന് വേണ്ടി നല്ലൊരു കൈ കൊടുക്കാം. എന്താ, നമ്മുടെ ഭാഗ്യവാനാണ്. മാഡത്തിന്റെ പേര്? ഷമീല ഫ്രം അബുദാബി. നാട്ടിലെവിടെയാണ്? വടകര. ഷമീല മേടിക്കും. പ്ലീസ് നല്ലൊരു കൈ. കമോൺ. ഓക്കെ, ഇനി ഫുൾ ഹൗസ് ആണ്. താഴത്തെ രണ്ടിലേതെങ്കിലും ഒന്ന് അങ്ങനെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് താഴത്തെ 2 ലൈനിൽ ഏതെങ്കിലും. ഫുൾ ഹൗസ് അല്ല, സോറി. താഴത്തെ 2 ലൈനിൽ ഏതെങ്കിലും ഒരു ലൈന്. താഴത്തെ 2 ലൈനിൽ ഏതെങ്കിലും ഒരു ലൈനാണ്. ഓക്കെ, അടുത്ത നമ്പർ is number 3. Single number is a 3. His number is a 64. 64. 64. 64. Yes, the next number is 44. 44. 44. Yes, the next number is 75. 75. അടിച്ചോ? ഇല്ല. 75. Next number is a single number. Is number 1. Wahid. അടിച്ചില്ല. His next number is 69. 69. 69. 69. Next number is 49. 49. 49. Next number is 81. 81. 81. 81. Yes, next number is 43. 43. 43. പ്ലീസ് ഒരിക്കൽ കൂടി പറയാണ്. അടുത്ത മേളത്തെ ഒരു ലൈനല്ല,
താഴത്തെ 2 സിംഗിൾ ലൈനാണ് വരുന്നത്. ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ പറയണം, ആരും മിണ്ടായിരിക്കരുത് പ്ലീസ്. നല്ല പ്രൈസാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമ്പർ ഈസ് 25. Next number is 14. 14. Next number is 67. 67. Next number is 15. 15.